അതേടി, നമ്മുടെ ക്ലാസ്സിലെ ബിസിനസ് ടൈക്കോൺ വരുന്നു. ബിസിനസ് ടൈക്കോണോ? നീ അറിഞ്ഞില്ലേ? അവള് പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങി. ഡി, ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? ചാമ്പക്കയല്ലേ? സോറി ഡി, ഇപ്പൊ ചാമ്പക്കേന്റെ സീസൺ അല്ല. അമ്പഴങ്ങയുണ്ടോ? ഒരെണ്ണം 3 രൂപ. എടുക്കട്ടെ? 3 രൂപ കൊടുത്തിട്ട് അമ്പഴങ്ങ വാങ്ങാനുള്ള ആസ്തിയൊന്നും നമുക്കില്ലേ? 1 രൂപ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന സാധനം ഉണ്ടോടി? 1 രൂപയ്ക്ക് ആനച്ചക്കന്റെ കൂടുവരാ. വീട്ടിൽ കൊണ്ടേ വറുത്ത് തിന്നാ മതി. അതെ, ക്ലാസ്സിനുള്ളിൽ അനധികൃത കച്ചവടമൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇനി ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ടീച്ചറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അയ്യോ എന്റെ പൊന്നഭിനവ കേസി, ചതിക്കല്ലേ. തൽക്കാലം നെല്ലിക്ക അങ്ങോട്ട് പിടിച്ചേ. എന്താ ഭയർക്കണം? അതെ, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്താലും ടീച്ചർ കേസെടുക്കുവേ. അയ്യോ ചതിക്കല്ലേ പ്രണവ് പി. നീ പേടിക്കണ്ട, ഇവന്മാര് വാ തുറക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ പങ്കിങ് എത്തിച്ചാ മതി. ഓംബ്രെ. എടാ അളിയ, ഞങ്ങളുടെ വീട്ടിൽ പുതിയ റോട്ട് വീലർ പട്ടീനെ മേടിച്ചു. നീ നാളെ വീട്ടിലേക്ക് വാ. ആ പട്ടി കടിക്കുവോടാ? അതറിയാനാ നിന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. എടാ, നീ ഈ വളിപ്പടിക്കുന്ന സമയം കൊണ്ട് വല്ലതും പഠിക്കാൻ നോക്ക്. ഇപ്രാവശ്യം തോറ്റാലേ നീ 7ാം ക്ലാസ്സിൽ 2 തവണ ഇരിക്കേണ്ടി വരും. എന്നാലും എന്റെ ചേച്ചീനെക്കാട്ടും ഭേദാ ഞാന്. അതെന്താടാ? എന്റെ ചേച്ചി ബികോമിന് 3ാം വർഷമാണ് ഇപ്പോഴും പഠിക്കുന്നത്. പിന്നെ ഞാനെന്താ 7ാം ക്ലാസ്സിൽ 2ാം തവണ പഠിച്ചാ കുഴപ്പം? രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കോ? ടീച്ചറിവിടെ പരീക്ഷ പേപ്പർ കൊണ്ടുവരുന്നോന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കാം മനുഷ്യനിവിടെ. എനിക്ക് ആ പേടിയില്ല. ഞാൻ നല്ല വൃത്തിയായിട്ടാ പരീക്ഷ എഴുതിയത്. അതെ അതെ, പേപ്പറിനകത്ത് ഒന്നും എഴുതി വൃത്തിയേടാക്കാതെ അവളെ തിരിച്ചു കൊടുത്തേ. എടാ അളിയ, നീ വല്ലതും എഴുതിയായിരുന്നോടാ പരീക്ഷയ്ക്ക്? എഴുതി. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണേ ടീച്ചറേ എന്നെഴുതി. ടീച്ചറിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. അയ്യോ, അതെ ടീച്ചർ വരുന്ന. ഗുഡ് മോർണിംഗ് ടീച്ചർ. അയ്യോ, ചെവിക്കല്ല് പൊട്ടി. ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ തരാൻ പോവാ. പേര് വിളിക്കുന്നവര് എഴുന്നേറ്റ് നിൽക്കണം. ഓഫ്, പിന്നെ അഭിനവ് കേസി. യെസ് ടീച്ചർ. ഇന്നാ നിന്റെ പേപ്പർ. ഹാൻഡിൽ വിത്ത് കെയർ. എന്തിനാ ടീച്ചർ? സൂക്ഷിച്ചു പിടിക്കണം. മൊട്ടയാ, താഴെ വീണ പൊട്ടും. ഞാൻ നന്നായിട്ട് എഴുതിയതാണല്ലോ. 3 കാര്യങ്ങൾ മാത്രം നീ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാ അതിനുള്ള മാർക്കെങ്കിലും തന്നൂലേ ടീച്ചർ? ആ 3 കാര്യങ്ങൾ നിന്റെ പേര്, റോൾ നമ്പർ, ക്ലാസ്. ബാക്കി എല്ലാം പൊട്ടത്തെറ്റാ. ബ്രിട്ടീഷുകാരുടെ ഭരണപരിഷ്കാരങ്ങളെ പറ്റി ചോദിച്ചപ്പോ നീ എന്തുവാണ് എഴുതി വെച്ചിരിക്കുന്നത്? ബ്രിട്ടീഷുകാരെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. പിന്നെ പരിഷ്കാരികൾ കാണുന്നത് തന്നെ കലിപ്പ. എന്റെ പൊന്നോ, നമിച്ച് ഇരിയട അവിടെങ്ങാനും പോയി. ആ, അടുത്തത് പ്രണവ് പി. യെസ് ടീച്ചർ. 50ൽ 4.5 മാർക്ക്. ഓ, പുരോഗമനം ഉണ്ട്. ആഹ്ലാദ് കുമാർ. ആ പറ ടീച്ചറെ. നിനക്ക് ആഹ്ലാദിക്കാനുള്ളതുണ്ട്. എന്താ ടീച്ചറെ, ഞാൻ ജയിച്ചോ? ഇല്ല, നിനക്ക് ആദ്യമായിട്ട് 1/2 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 1/2 മാർക്കെങ്കിൽ 1/2 മാർക്ക് ഉള്ളത് കൊണ്ട് ഓണം പോകും. അയ്യോ, അത് നീ പഠിച്ചു മേടിച്ചതെന്ന് വിചാരിക്കണ്ട. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന മഷിയുടെ വിലയാന്ന് കരുതിയാ മതി. അടുത്തത് വരുൺ. യെസ് ടീച്ചർ. 50ൽ 49 മാർക്ക്. 50ൽ 49? ഞാൻ 50 മാർക്കിന് എഴുതിയതാണല്ലോ. സാരമില്ല മോനെ, നമുക്ക് അടുത്ത തവണ 50ൽ 50 മാർക്ക് മേടിക്കാം. എന്നാലും ടീച്ചർ, എന്റെ 1 മാർക്ക് പോയി. അടുത്തത് മണിക്കുട്ടി മന്മഥൻ. എസ് ടീച്ചർ. 50ൽ 1.5 മാർക്ക്. 1.5യോ? അടുത്തത് ദേവനന്ദ. യെസ് ടീച്ചർ. നിനക്കും ഉണ്ട് 1.5 മാർക്ക്. ഇത് കൂട്ടായ്മയുടെ വിജയം. രഞ്ജന. യെസ് ടീച്ചർ. 50ൽ 45 മാർക്ക്. മിടുക്കി. ഇവിടെ രഞ്ജനയല്ലടി, വഞ്ചന. ഒന്നും എഴുതിയില്ലെന്ന് പറഞ്ഞിട്ട് 45 മാർക്ക് നിനക്ക് എവിടുന്ന് കിട്ടിയടി? സത്യമായിട്ട് ഞാൻ എഴുതിയിട്ടില്ലടി. ഇതെന്തോ മിറാക്കിൾ സംഭവിച്ചതാ. സൈലൻസ്. എല്ലാവരുടെയും പേപ്പർ കിട്ടിയല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ആവാം. ടീച്ചർ, നമ്മുടെ പഴയ സെക്യൂരിറ്റി അങ്കിളിനെ കാണാനില്ലല്ലോ. എന്തു പറ്റി? എവിടെ പോയി? അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതെന്താ? +2ന്റെ പരീക്ഷയ്ക്ക് വന്ന കുട്ടികളുടെ ഹാൾ ടിക്കറ്റ് വലിച്ചു കയറിയതിന്. സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ നിൽക്കുന്ന മാമനൊക്കെ പിടിച്ച് സെക്യൂരിറ്റി ആക്കിയ ഇങ്ങനെ ഇരിക്കും. മതി ഇരിക്കവിടെ. പിന്നെ എല്ലാവരുടെയും പ്രോഗ്രസ് കാർഡ് തന്നുവിടും.
വീട്ടിൽ കൊണ്ടുപോയി രക്ഷകർത്താവിന്റെ ഒപ്പിടിപ്പിച്ച് നാളെ തന്നെ കൊണ്ടുവരണം. ടീച്ചർ, എന്റെ അച്ഛനും അമ്മയും ഗൾഫിലാ. അതിന് എന്റെ പ്രോഗ്രസ് കാർഡ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് ടീച്ചർ എന്റെ അച്ഛനെ മെൻഷൻ ചെയ്യാവോ? അച്ഛനെ മെൻഷൻ ചെയ്യാനോ? എന്തിന്? അച്ഛനോട് ഒപ്പ് കമന്റ് ബോക്സിൽ ഇടാൻ പറയാം. ഓഫ്, എന്റെ പൊന്ന അഭിനവ് കേസി, നിന്റെ അച്ഛന്റെ ഒപ്പ് കമന്റ് ബോക്സിൽ ഇടാൻ പറയണ്ട. നിന്റെ TC എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. നിന്റെ അച്ഛനോട് അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയാവോ? ആ, അത് ഞാൻ വേണമെങ്കിൽ പറയാം. ഓഫ്, ഈ അരമാർക്കും ആനമുട്ടിയും മേടിക്കുന്നവരെ കൊണ്ട് ഞാൻ തോറ്റ്. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു നല്ലത്. അതാവുമ്പോ വല്ല അച്ചപ്പൊക്കെ ഉള്ളപ്പോ കഴിച്ചിങ്ങനെ ഇരിക്കായിരുന്നു. നിനക്ക് അതിന്റെ വിചാരേ ഉള്ളോ? നിനക്കത് പറയാം. കണക്ക് സാറിന്റെ ക്ലാസ് ഇരുന്ന മടക്ക് സാറിനെ തിന്നതിന്റെ ത്രില്ല അതൊന്നും വേറെയാ. എടി, നീ പഠിച്ചിട്ടുണ്ടോ? എന്റെ വായിൽ ഉപ്പിലിട്ട് നെല്ലിക്കുണ്ട്. അതും വായിലിട്ടുകൊണ്ട് ദയനീയ ഭാവത്തിലുള്ള ഒറ്റ ഇരിപ്പിരിക്കണം. ടീച്ചർക്ക് പോലും കരച്ചിൽ വരണം. അജ്ജാതെ എക്സ്പ്രഷൻ ആയിരിക്കണം. ടീച്ചർ വരുന്നുണ്ട്. ഇന്ന് ടീച്ചർ ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞതാ. ഗുഡ് മോർണിംഗ്. ഇരിക്ക്. കുട്ടികളെ, നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് റിലാക്സ് ആയാലോ? അത് വേണോ ടീച്ചറെ? നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് കേറിയാ പോയി. എടാ, പഠിക്കാൻ നിനക്ക് അത്രയ്ക്ക് മുട്ടുന്നുണ്ടെങ്കിൽ വല്ല പറമ്പിൽ പോയി ഇരിയടാ. ടീച്ചർ, ഞങ്ങൾക്ക് റിലാക്സ് ആകണം. ഓക്കെ, നിങ്ങൾ പഠിച്ച് വലുതാകുമ്പോൾ ആരാണെന്നാണ് ആഗ്രഹം? എനിക്ക് ഡോക്ടർ, പല്ല് ഡോക്ടർ ആയിരിക്കും. അതാകുമ്പോ ഫുൾ ടൈം വായ നോക്കിയിരിക്കാലോ. ടീച്ചർ, എനിക്ക് പൈലറ്റ് ആകണം. എടാ അളിയ, നീ പൈലറ്റ് ആവുമ്പോൾ എന്റെ വീട്ടിൽ റബ്ബറിന് തുരിശടിക്കാൻ വരുവോ അളിയ? വാട്ട്? വെറുതെ വേണ്ട അളിയ, ചായ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ തരാം. ഹേ മാൻ, ഞാൻ പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റിനെ പറ്റിയാണ് പറയുന്നത്. അതിന് പ്ലെയിൻ ഓടിക്കുകയല്ലോ, പറപ്പിക്കുകയല്ലേ? അതുപോലും അറിയില്ല, മണ്ടൻ. മിണ്ടായിരിക്കും. കുട്ടികളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ശുചിത്വം. അവൻ വന്നിട്ടില്ല ടീച്ചറെ. ആര്? ശുചിത്വം. ഓ അല്ല, വൃത്തി. നിർത്തി, വാടാ പോകാം. ടീച്ചർ നിർത്തിന്ന്. ഓ, ഇവന്മാരെ കൊണ്ട് തോറ്റു. ഇവന്മാരെയൊക്കെ പഠിപ്പിക്കാൻ വന്ന എന്നെ വേണം പറയാൻ. ഇരിയടാ അവിടെ. കുട്ടികളെ, സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ട നമ്മുടെ കടമയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൂലം ഉണ്ടാകുന്ന വൻ വിപത്തുകളെക്കുറിച്ച് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണല്ലോ. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ വിദ്യാലയത്തിൽ പ്ലാസ്റ്റിക്കുകളും മുട്ടായികളും നിരോധിക്കുന്നു. ഇത് എന്തും HM മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്ന ഡയലോഗ് അല്ലേ? ഇത് പറയാനാണോ ടീച്ചർ വന്നത്? ഇത് പറയാനാണെങ്കിൽ ടീച്ചർക്ക് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാ പോരെ? ഹലോ മേഡം, പൊടിക്കൊന്ന് അടങ്ങണം. കൊത്തി അവൾ മുറത്തി കയറി കൊത്താൻ തുടങ്ങി. ടീച്ചറെ വേണ്ടാട്ടോ. ഒരു മാധ്യമപ്രവർത്തകയോടൊക്കെ സംസാരിക്കുമ്പോ ഇത്രയും കൂടി മര്യാദയൊക്കെ ആവാം. മാധ്യമ പ്രവർത്തകയോ? ഈ പൊടിക്കുപ്പിയോ? അതെ, സ്വന്തമായി ചാനലുള്ള ഒരു മാധ്യമ പ്രവർത്തക. ഏത് ചാനൽ? കുണിക്കിട്ടാട്ടി ബ്ലോഗ്സ് യൂട്യൂബ് ചാനലാണ്. ആഹാ, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 3. അവളും അവളുടെ അപ്പനും അപ്പന്റെ പെങ്ങള് രാധാമണിയും. ഇരിക്കടി അവിടെ. ഞാൻ പറഞ്ഞു വന്നത് ശുചിത്വം, അതുപോലെ സ്വഭാവ രൂപീകരണം. കുട്ടികളായ നിങ്ങൾ മുതിർന്നവരെ ബഹുമാനിക്കണം. ബഹുമാനിച്ചില്ലെങ്കിൽ ടീച്ചർ തല്ലുവോ? അയ്യോ, തല്ലാനോ? നിങ്ങളെ ഒരിക്കലുമില്ല. തലോട. 10, 9, 8. തല്ലാനുമില്ല, തലോടാനുമില്ല. രണ്ടായാലും ടീച്ചറുടെ പണി പോകും. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കൾ, ടീച്ചർ പറയുന്നത് പോലെ കേൾക്കണം. യെസ് ടീച്ചർ. ടീച്ചർ പറയുന്നത് ആര് കേട്ടില്ലെങ്കിലും ഈ അഭിനവ് കേസ് കേൾക്കും. ഞാനുണ്ട് ടീച്ചറുടെ കൂടെ. ഓ എൻ്റെ പൊന്നു മോനെ, നീ പഠിക്കാൻ മണ്ടനാണെങ്കിലും ടീച്ചറിനോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലാകുന്നത്. എല്ലാവരും ഇവനെ കണ്ട് പഠിക്കണം. ടീച്ചറെ, ഈ അഭിനവ് കേസ് ഉണ്ടല്ലോ, ബൂമറെല്ലാം ചവച്ചിട്ടിട്ട് ഈ ഡെസ്കിനടിയിൽ ഒട്ടിച്ചു വെക്കുന്നേ. ഇല്ല ടീച്ചറെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്റെ ഉള്ളിലെ കലാകാരനെ തിരിച്ചറിയാൻ ടീച്ചറിന് പോലും ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ. ഞാൻ ചവച്ച ബൂമർ കൊണ്ട് നല്ല ഒരു ശില്പം ഉണ്ടാക്കി HMന്റെ കാറിന്റെ മുമ്പിലാണ് ഒട്ടിച്ചു വെച്ചത്. അതാകുമ്പോ നാട്ടുകാരൊക്കെ എന്നിലെ കലാകാരനെ തിരിച്ചറിയുമല്ലോ. അതെ, ഈ AI യുഗത്തിലെ നമ്മുടെ കുസൃതികൾ നമ്മുടെ അധ്യാപകരെ വല്ലാതെ വലയ്ക്കുന്നുണ്ടോ?
സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ പയറ്റാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ തെറ്റും ശരിയും ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ അധ്യാപകരാണ്. അത് ശരിയാ, നമ്മളെയൊക്കെ നന്മയിലേക്ക് നയിക്കാൻ അവർ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തൊക്കെ കുസൃതികൾ കാണിച്ചാലും നിങ്ങളുടെ നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യം. എപ്പോഴും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടാകും.